വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകും എപ്പിസോഡ് നമ്പർ 442, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിലീസായിട്ടുണ്ട്. കുറേ സ്പെഷ്യാലിറ്റീസ് നിറഞ്ഞ ഒരു പ്രോമോ തന്നെയാണ്, ഒരു എപ്പിസോഡ് തന്നെയാണത്. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകാം. ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സീസൺ 1 മറ്റൊരു ക്യാരക്ടറേയും കൂടി ഈ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ജയന്തനെ ഉപ്പുമുളകും സീസൺ 2 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡിൽ ഇപ്പോൾ ഈ ആഴ്ച ജയന്തൻ്റെ വൈഫായിട്ടുള്ള രമ, അതായത് ശങ്കരനൻ്റെ മോള്, സീസൺ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറുമായ രമയെ ഇപ്പോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഉപ്പുമുളകും സീസൺ 2. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോയുടെ തുടക്കത്തിൽ തന്നെ ബാലു ഡിപ്രസ്ഡ് അടിച്ചിരിക്കുന്നത് പോലെ, മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് രാംകുമാർ വന്നിട്ട് വീട്ടുകാരോട് എല്ലാവരും പറയുന്നുണ്ട് ബാലുവിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണമെന്ന രീതിക്ക് രാംകുമാർ എല്ലാവരോടും വന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ ബാക്കി എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത് എന്ന രീതിക്ക് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് രമ, ഉപ്പുമുളകും സീസൺ 1 രമ വന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നതാണ്, ഞാൻ കളിച്ചും ചിരിച്ചും നടക്കുന്നതേ ഉള്ളൂ, എൻ്റെ ഉള്ളിൽ ഫുള്ളും വിഷമമാണ് എന്ന രീതിക്ക് എല്ലാവരോടും തൻ്റെ വിഷമം പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് ബാലുവും ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് രമയോടാണ് തോന്നുന്നു, പക്ഷേ ഓപ്പോസിറ്റിൽ ആരാ നിൽക്കുന്നത് കാണിച്ചിട്ടില്ല. പക്ഷെ പറയുന്നുണ്ട് ബാലു, എനിക്കും നിനക്കും ഒരേ വിഷമമാണ് എന്ന രീതിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ ശിവാനി ബാലുവിനടുത്ത് പറയുന്ന പോലെ കാണിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ അച്ഛൻ്റെ ഒച്ച ഇടറുന്നുണ്ടല്ലോ അച്ഛ എന്ന രീതിക്ക് ശിവാനി ബാലുവിനോട് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ ദിയ എല്ലാവരോടും പറയുന്ന പോലെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും ഷെയർ ചെയ്യണം, എന്നാലേ വിഷമം കുറച്ചെങ്കിലും കുറയത്തുള്ളൂ എന്ന രീതിക്ക് ദിയ എല്ലാവരോടും പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ ബാലു സുരേന്ദ്രൻ്റെ അടുത്ത് പറയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അതെല്ലാം എൻ്റേത് മാത്രമാണ് എന്ന രീതിക്ക് ഭയങ്കര സെൻറ്റി ഡയലോഗ് അടിക്കുന്നുണ്ട് ബാലു. അപ്പോൾ സുരേന്ദ്രൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തിനാണ് ഇത്രയും വിഷമം എന്താണ് എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പ്രോമോൻ്റെ അവസാനം കുറേ ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്, ബാലു കരയുന്നത് പോലെയും സുരേന്ദ്രൻ കരയുന്നത് പോലെയും. എന്നിട്ട് ബാലു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, അത് എനിക്ക് ആരോടെങ്കിലും ഇറക്കി വെക്കണം എന്ന രീതിക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതോടെ ഒരു പ്രോമോ ഉണ്ട്. ഈ ഒരു പ്രോമോ ഫുള്ള് സാഡ് അടിച്ചിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും തുടക്കം തൊട്ട് എൻ്റെ വരെ എല്ലാവരും സെൻറ്റിമെൻറ്റിൽ ഡയലോഗ് അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ബാലുവിനും കുറേ വിഷമമുണ്ട്, രമ ഇടയിൽ വരുന്നുണ്ട്, രമയ്ക്കും കുറേ വിഷമമുണ്ട്. അങ്ങനെ ഫുള്ള് വിഷമങ്ങൾ നിറഞ്ഞൊരു എമോഷണൽ എപ്പിസോഡാണ് ഇത് എന്നുള്ളത് പ്രോമോയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും വിഷമം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിലും രമയുടെ വിഷമം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ ഇപ്പോൾ മുകളിൽ തന്നെയുണ്ട്. ജയന്തനുമായിട്ടുള്ള ഒരു മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്ന രീതിക്കൊക്കെ ഇതിന് മുമ്പും തന്നെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാലുവിന് ഇത്രമാത്രം വിഷമം എന്താണെന്നുള്ളത് ഇതുവരെ ആർക്കും അറിഞ്ഞില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഫണ്ണി ആയിട്ട് എൻ്റെ ചെയ്യുന്ന കാര്യമുള്ളൂ. അതല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് എമോഷണൽ എപ്പിസോഡായിട്ട് പോകും. എമോഷണൽ എപ്പിസോഡ് വന്നിട്ട് കുറേ കാലമായി ഉപ്പുമുളകിൽ, അതും ആവശ്യമാണ്. ഉപ്പുമുളകും സീസൺ 1 ഒരു 10-15 എപ്പിസോഡ് നല്ല ഫണ്ണി ആയിട്ടുള്ള എപ്പിസോഡ് വന്നാൽ ഒരു എപ്പിസോഡ് കുറച്ച് എമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡ് വരാറുണ്ട്. പക്ഷേ സീസൺ 2 അതുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു എമോഷണൽ എപ്പിസോഡ് വരുന്നത്. മാത്രമല്ല ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും രമ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓരോരു ക്യാരക്ടറായിട്ട് തിരിച്ചു വരാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളകിൽ. അത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ ഇതുപോലത്തെ ഒരു എമോഷണൽ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നീലുവിനെ തന്നെയാണ്. ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രോമോയിൽ എവിടെയും തന്നെ നമുക്ക് നീലുവിനെ കാണാൻ സാധിച്ചില്ല. നീലുവിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഇതുപോലത്തെ ഒരു എമോഷണൽ എപ്പിസോഡ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഉപ്പുമുളകും സീസൺ 1 എമോഷണൽ എപ്പിസോഡിലേക്ക് നീലുവിൻ്റെ പെർഫോമൻസ് അത് ടോപ്പ് നോച്ച് ആയിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നീലുവിനെ എവിടെയും തന്നെ കണ്ടില്ല. ഏതായാലും പ്രോമോ ഫുൾ ഒരു എമോഷണൽ BGMോടെ എമോഷണൽ എപ്പിസോഡായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ മുളകിലൊരു എമോഷണൽ എപ്പിസോഡാണോ കൂടുതൽ ഇഷ്ടം, അതോ ഒരു ഫണ്ണി എപ്പിസോഡാണോ കൂടുതൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.